Please listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. വൈറ്റ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈക്ക് ക്രേസ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ യുവജനങ്ങളിലൊക്കെ വലിയ ത്രില്ലുണ്ടാക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും വിളിച്ചു വരുത്തുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ത്രില്ല് നമ്മളെ എങ്ങനെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനെ തുടർന്ന് ഈ അപകടങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള നിയമങ്ങൾ പാലിച്ചിരിക്കണം, ഏതൊക്കെ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളെയും വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. Mr. Jiju Verghese, motivational speaker, trainer and radio jockey. Mr. Roy Thomas, motor vehicle inspector, sub RTO, Tiruvalla. Professor K.C. Sakharia, principal, St. Thomas College, Korancheri. Mr. Gautam Suresh, professional bike stunter. Mr. Gazal S. Koil Parambil, professional rally driver. Reverend Dr. George Verghese, Marthoma Guidance and Counseling Center, Ernakulam. നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് വലിയൊരു ആവേശമാണ്. എന്നാൽ ഈ ആവേശം പലപ്പോഴും നമ്മെ തന്നെ ഇല്ലാതാക്കുമോ എന്നൊരു ഭയം അതിൻ്റെ പിറകിലുണ്ട്. ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുന്ന നിയമത്തിൽ ആദ്യമേ പറയുന്നു, ആരും ചെയ്യാറ്. ബൈക്ക് റേസിംഗ് നമുക്ക് വ്യക്തിപരമായിട്ട് ത്രില്ലൊക്കെ ഉണ്ടാക്കുമെങ്കിലും ആ ബൈക്ക് റേസിംഗ് സമൂഹത്തിന് എങ്ങനെ ദോഷം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഒരു സാധനത്തിനെ പുറകിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഫസ്റ്റ് റേസ് തുടങ്ങുന്നത്. നമ്മുടെ ബ്ലഡിലുള്ളതാണ്, നമ്മുടെ DNA ഉള്ളതാണ്. രണ്ട് വീലുള്ള സാധനം ഓടിക്കുന്ന ഈസ് ഡേഞ്ചറസ്. ഓക്കെ, ത്രില്ല് ഉണ്ടാവുന്ന വെൻ ഇറ്റ്സ് ഡേഞ്ചറസ്. നമ്മുടെ ലൈഫിന് ത്രെട്ടനിങ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ജീവിച്ചിരുന്നുകൊണ്ട് ചെയ്യുമ്പോഴാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് പൊതുവിൽ ഒരു പൊതുപ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ അറിയാമല്ലോ. ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നം വല്ലതും ആണോ? അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ വല്ലതും നിലനിൽക്കുന്നുണ്ടോ എന്ന് പറയാമോ? ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഒരു പ്രത്യേക സ്ഥലത്തൂടെ റൈഡ് നടത്തുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. ഇപ്പോഴേ കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ എത്രമാത്രം പവർ കിട്ടുമോ അത്രയും പവർ കിട്ടുന്ന ബൈക്കുകൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക. അതൊരു 18 വയസ്സ് ചിലപ്പം തികയുന്നതിന് മുന്നേ മേടിച്ചു കൊടുക്കും. ഇവർ ഇതുകൊണ്ട് കാണിക്കുന്നത് എന്താണ്? അവരെന്തിനാ ഈ മാതാപിതാക്കൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നത്? മാതാപിതാക്കളെ ഒരുപക്ഷെ ചിലപ്പം ഭീഷണിപ്പെടുത്തിയായിരിക്കും കുട്ടികൾ മേടിക്കുന്നത്. ഞാനല്ലെങ്കിൽ പലതരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഇന്ന് പല കുട്ടികളും സഹിക്കാൻ വയ്യാതാണ് മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ ബൈക്കുകൾ മേടിച്ചു. മാതാപിതാക്കൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ബലഹീനരായി തീരുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇവരെ ഈ ബൈക്കിംഗ് കൊണ്ട് പോകുന്നത്. ഇത് ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ ഒരു പ്രായത്തിന്റെ കുഴപ്പമാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു മനസ്സിലൊരു ധാരണ, എങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധ എനിക്ക് പിടിച്ചു പറ്റണം, ആ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു പരാക്രമമായിട്ടേ നമുക്ക് ഇതിനെ കണ്ടാൽ മതി. പക്ഷെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതം ഒരുപക്ഷെ ചിലപ്പം പോയെന്നിരിക്കും, നമ്മുടെ ജീവിതം പോയില്ലെന്നിരിക്കും, മറ്റുള്ളവരുടെ ജീവിതം കൂടെ ഹനിക്കുവാനുള്ള ഒരു അവകാശം നമുക്ക് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തീർച്ചയായിട്ടും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത്, അതുപോലെ കലാലയങ്ങൾ കുട്ടികൾക്ക് നല്ല അവയർനെസ് കൊടുക്കണം.
എങ്ങനെ വാഹനം ഓടിക്കണമെന്നുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് ആർക്കും നിയമം അറിയാൻ വയ്യാത്തവരല്ല, പക്ഷെങ്കിൽ നിയമം പാലിക്കേണ്ട ഒരു ആവശ്യബോധം പലപ്പോഴും തോന്നുന്നില്ല. അങ്ങനെ തോന്നാത്തതാണ് പലപ്പോഴും നമ്മുടെ കുഴപ്പത്തിന് കാരണം എന്ന് സാറേ, ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടുമ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇതേ രീതിയിലുള്ള നിയമ ലംഘനം വർദ്ധിച്ചു വരുന്നു എന്നൊരു തോന്നൽ വല്ലതും സാറിന് വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മുമ്പേ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഇപ്പം ഉയർന്നു വരുന്നിരിക്കുന്ന ഈ ബൈക്ക് റൈഡിങ് ക്ലബ്ബുകളൊക്കെ ആക്ച്വലി ഒരു ഗുണപരമായിട്ടുള്ളൊരു മാറ്റം വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പേ പറഞ്ഞത് ഇവർ ഒരു അല്പം കൂടെ ഈ ബൈക്ക് റൈഡിങ്ങിന് ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് ഇവരെടുക്കുന്നത്. കാരണം നിയമം പാലിക്കുക, അല്ലെങ്കിൽ സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കുക. കാരണം കേരളത്തിൽ 99% ബൈക്ക് ഉപയോഗിക്കുന്നവരും അവർ പഠിച്ചിരിക്കുന്ന ഒന്നുകിൽ തന്നെത്താൻ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാർ പഠിപ്പിച്ചിരിക്കുന്ന ആ രീതിയിലുള്ളൊരു ലേണിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർ ഓടിക്കുന്ന ഒരു ബൈക്ക് രീതി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു റൈഡിങ് രീതിയല്ല. നിയമങ്ങൾ പാലിക്കാതിരിക്കാനായിട്ട് നിയമങ്ങളെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള അവബോധം പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബൈക്ക് റൈഡിംഗ് ആണ്. അപ്പം ഈ ക്ലബ്ബുകളൊക്കെ സത്യത്തിൽ ഒരു ഗുണപരമായിട്ടുള്ളൊരു ചേഞ്ചസ് വരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ തന്നെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് ഇത് ഇപ്പോഴെന്നല്ല, പണ്ടും ഹെൽമെറ്റ് ധരിക്കാനായിട്ട് നമുക്ക് വിമുഖതയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഹെൽമെറ്റ് ധരിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് കൂടുതൽ കൺസേൺ ഉള്ളത്. എങ്കിൽ പോലും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കുട്ടികളുടെ ഒരു ആരഗൻസ് കാരണമാണോ അല്ലെങ്കിൽ അവരുടെ ഒരു രക്തത്തിളപ്പ് കാരണമാണ് കേരളത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ 2001 മുതൽ 2016 വരെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വാഹനങ്ങളുടെ അപകടങ്ങളുടെ എണ്ണം കൂടിയിട്ടില്ല, പക്ഷേ അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണം കൂടി. 2500 പേര് മരിച്ചിടത്ത് ഇപ്പം 4500 പേരാണ് മരിക്കുന്നത്. അപ്പം മരണം കൂടിയതിന് കാരണം കേരളത്തിൽ വാഹനങ്ങളുടെ എണ്ണം പെരുകയും റോഡുകളുടെ അപര്യാപ്തത, നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നു. പിന്നെ റോഡിൽ ആക്ച്വലി അരഗൻസ് കാണിക്കുന്നത് കുട്ടികളല്ല, ഞാൻ പറയുന്നത് ഹെവി വെഹിക്കിൾസ് ഉപയോഗിക്കുന്നവരാണ്. കാരണം ടിപ്പർ ലോറികളാണെങ്കിലും KSRTC ബസ് ആണെങ്കിലും മറ്റു വാഹനങ്ങളാണ് കൂടുതൽ അരഗൻസ് കാണിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ആക്ച്വലി അങ്ങനെ നിയമം ലംഘിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് എൻ്റെ അതായത് ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ ഒരു ത്രില്ലിന് വേണ്ടി നടത്തുന്ന ബൈക്ക് റൈഡിങ്ങും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് നിയമങ്ങളൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനുസരിച്ച് നടത്തുന്ന റൈഡുകളും തമ്മിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ബൈക്ക് സെല്ലിംഗ് മേഖലയിലുള്ള ഇദ്ദേഹത്തോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ബൈക്ക് കൂടുതൽ വിറ്റഴിക്കണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ? അപ്പോൾ ഏത് രീതിയിലുള്ള ബൈക്കുകൾക്കാണ് ഇന്ന് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്? അല്ലെങ്കിൽ ഇത് ബൈക്ക് കൂടുതലായിട്ട് ഈ ആളുകളിലേക്ക് വിറ്റഴിപ്പാനായിട്ട് നമുക്ക് ഏതെങ്കിലും പ്രത്യേക മാർഗങ്ങൾ വല്ലതും ഉണ്ടോ? അതിന് വല്ല ടെക്നിക്കുകൾ വല്ലതും നമ്മൾ സാറിന് പ്രയോഗിക്കാറുണ്ടോ? നമ്മൾ കൂടുതലും വിൽക്കുന്നത് സ്പോർട്സ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൾസർ, ഡോമിനർ, RS ആ സെഗ്മെൻറ്റിലുള്ള ബൈക്കുകളാണ് കൂടുതലും നമ്മളിന്ന് പോകുന്നത്. നമ്മൾ പലതരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സ് ഒരാളിപ്പോൾ ഒരു ട്രെൻഡ് എന്താ കേരളത്തിലെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ഒരു 20 അല്ലെങ്കിൽ 18 ഇയേഴ്സ് ആ വയസ്സാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു വണ്ടി ഫോഴ്സ് ചെയ്ത് വണ്ടി എടുപ്പിക്കും. അതിനുശേഷം തന്നെ ഉടൻ തന്നെ അവർ ആ വണ്ടി എടുക്കുമ്പോൾ തൊട്ട അയൽവക്കത്തെ വീട്ടിലെ പയ്യന് അവൻ ആ വണ്ടി എടുത്തു. ഒന്നെങ്കിൽ ആ വണ്ടി വേണം അതേ കളർ, അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഇച്ചിരി എബോവ് നിൽക്കുന്ന ഒരു വണ്ടി വേണം. ഈ രീതിയിലാണ് ഇന്ന് കേരളത്തിൻ്റെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ട്രെൻഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ ചിലർ ക്ലാസിക് റൈഡ് ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് റോയൽ എൻഫീൽഡ് അങ്ങനെയുള്ള ബൈക്കുകളിലൊക്കെ ക്ലാസിക് റൈഡ്സ്. ചിലർ സ്പോർട്സ്, സൂപ്പർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ KTMൻ്റെ ബൈക്ക്, അങ്ങനെ അങ്ങോട്ടൊരു ട്രെൻഡ് മാറുന്നുണ്ട്. ഇവരുടെ എല്ലാം റൈഡിങ് പാഷൻസ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് യങ്സ്റ്റേഴ്സ് 18 ഇയേഴ്സ് ടു 30 ഇയേഴ്സ് വരെയുള്ളവർ നേരത്തെ പൾസർ അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് മാത്രം കൺസിഡർ ചെയ്യുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു ക്ലാസിക് റൈഡ്, ഇപ്പം നമ്മൾ ഡോമിനർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, റോയൽ എൻഫീൽഡ് ഉണ്ട്, കുറേ വണ്ടികൾ ഇപ്പോൾ ക്ലാസിക് റൈഡിൽ വന്നു, ക്രൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ 18 ഇയേഴ്സ് ഉള്ള ഏജിലുള്ള ആളുകൾ വീണ്ടും ക്ലാസിക് റൈഡിലും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പല മേളകൾ നടത്താറുണ്ട്, ഡെമോൺസ്ട്രേഷൻ നടത്താറുണ്ട്, ടെസ്റ്റഡ് ക്യാമ്പയിൻസ് നടത്താറുണ്ട്. ഓൾഡ് വണ്ടികളാണെങ്കിൽ അവരെ പിടിച്ച് എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ മാർക്കറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം മാർക്കറ്റിംഗ് ടെക്നിക്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ വീണ് പോകാറുണ്ടോ? നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങിക്കാനായിട്ട് ഇതുപോലെയുള്ള മേളകൾ അല്ലെങ്കിൽ അത് അവർ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ ഇതൊക്കെ മനസ്സിലാക്കി അത്തരം ബൈക്കുകൾ നമ്മൾ സാറിന് എടുക്കാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ. ഒരിക്കലും ബൈക്ക് ക്ലബ്ബ് കൊണ്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രദർഹുഡ് അങ്ങനത്തെ ഒരു ഇതാണ്. ഞങ്ങൾ പത്തനംതിട്ട കോപ്സ് ചാപ്റ്റർ തന്നെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സേഫ് റൈഡ്സും അതുപോലെ തന്നെ ബ്രദർഹുഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരു കൂടിയ ബൈക്ക് എടുക്കുക എന്നുള്ളത് തന്നെ എല്ലാവരും സെയിം കാറ്റഗറിയിൽ സെയിം ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്യുക എന്നുള്ളൊരു
കാര്യമാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ യൂസ് ചെയ്യുന്ന ബൈക്കിനെക്കാട്ടി പവർഫുൾ ആയിട്ട് ആ ക്ലബിന് പ്രത്യേക ഒരു നിയമമുണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ എന്തോ പറയുന്നു, നിങ്ങൾക്ക് ഈ ബൈക്കൊക്കെ എടുക്കേണ്ട സമയത്ത് ഇതുപോലെയുള്ള ചില ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകാറില്ലേ? ഇപ്പം നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് തന്നെ റേസിങ്ങിനെ പറ്റിയാണ്. റേസിംഗ് ക്ലബ്സ് ഇഷ്ടം പോലെ റേസ് ചെയ്ത് വരുന്നത് വളരെ നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ സ്പീഡ് ത്രിൽസ്, നല്ല സ്പീഡ് ത്രില്ല് ചെയ്യുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ സ്പീഡ് ത്രില്ലുള്ള ആൾക്കാർ അതിലേക്ക് പോയി ആ ക്ലബിൽ ജോയിൻ ചെയ്യട്ടെ, അവർ കാര്യങ്ങളൊക്കെ നടത്തിപ്പോട്ടെ. സ്പീഡ് അത്രയ്ക്ക് ക്രേസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലാതെ വളരെ നൈസായിട്ട് റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അത് ഈ പറഞ്ഞ ക്ലോസ് കൺഫൈൻമെൻറ്റ് സ്ഥലത്ത് വെച്ച് റേസിംഗ് നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അവർ റേസ് നടത്തുന്നത് അവരെ നടത്തിട്ട് റോട്ടിൽ കൂടെ നമ്മൾ ടാക്സ് അടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ റോഡ് സൈഡ് കീപ്പ് ചെയ്ത്, നമ്മുടെ ലോയും കീപ്പ് ചെയ്ത്, നമ്മുടെ ബാക്കിയുള്ള ഹെൽമെറ്റ്, ബാക്കിയുള്ള സേഫ്റ്റി സാധനങ്ങളെല്ലാം നിയമങ്ങളൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കാര്യം സാധിക്കുകയും ചെയ്യും. അതെ, അത് സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ സ്പീഡിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. റോട്ടിൽ ഇപ്പം നമ്മുടെ ബൈക്കിന് പറഞ്ഞേക്കുന്ന അലോഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റേഴ്സിനത് പല റോഡ്സിലും ക്യാമറാസ് സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഈ ക്യാമറയിൽ പോകുന്ന പെറ്റി എത്രത്തോളം വീടുകളിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം 50-ന് മുകളിൽ കയറി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ക്യാമറ ക്യാപ്ചർ ചെയ്തിട്ട് വീട്ടിലേക്ക്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർക്കുന്നത്, എനിക്ക് പണ്ട് ബൈക്ക് ഉണ്ടായിരുന്നേ, ബൈക്കിലൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ പല ആളുകളും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കുറയ്ക്കണം. എത്ര ഉപദേശിച്ചാലും ഞാൻ എത്ര കുറച്ചാലും അത് അങ്ങോട്ട് കുറയുന്നില്ല. ഒടുവിൽ പോയി ഞാൻ ഒരു ബസ്സിൻ്റെ അടിയിൽ കയറി ഇടിച്ച് വലിയൊരു ആക്സിഡൻ്റായി. ആക്സിഡൻ്റായിട്ട് ഞാൻ 3 മാസം കിടന്ന, ഒരേ രീതിയിൽ ആക്സിഡൻ്റായി കിടന്ന ആളാണ്. 3 മാസം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ബൈക്ക് എടുത്തു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ ഇതിന് കൂടത്തില്ല. നേരത്തെ എത്ര ശ്രമിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് കുറയുന്നില്ല. എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്പീഡ് എത്ര ശ്രമിച്ചിട്ടും കൂടുന്നില്ല. അപ്പം ചിലർക്ക് സ്പീഡ് കുറയണമെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നേ ഒക്കുമെന്നാണ് തോന്നുന്നല്ലേ? ഈ പണി കിട്ടുന്നതെന്ന് പറഞ്ഞാണ്ട് ഒരിക്കലും നമ്മുടെ ക്രേസ് ഒരിക്കലും പോകാൻ വേണ്ടി പോകുന്നില്ല, പ്രത്യേകിച്ച് റൈഡേഴ്സിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഇത്രയും നടത്തിയ ചർച്ചയിൽ നിന്ന് മനസ്സിലായ ഒരു സംഗതി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ആൾക്കാർക്ക് നിയമങ്ങളൊക്കെ അറിയാം. നിയമങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധ്യം അവർക്കുണ്ട്. എന്നാൽ പലപ്പോഴും ഈ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ആൾക്കാർക്കില്ല. എന്തിനാ ഇതേ നിയമം ഞാൻ പാലിക്കുന്നത്, എനിക്ക് പോയാൽ മതിയല്ലോ എന്നുള്ള ചിന്തയാണ് പലരുടെയും മനസ്സിലുള്ളത്. അപ്പം നിയമം അറിയാമെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിൽ കൊണ്ട് നമ്മളെ എത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് നമുക്ക് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന സാറിനോട് തന്നെ ഒന്ന് ചോദിക്കാം. സാറേ, ഈ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് സാധാരണ നമ്മുടെ ആളുകളുടെ ഭാഗത്ത് നിന്നില്ല. അത് പല രീതിയിലുള്ള തകരാറുകൾ ഉണ്ടാക്കുന്നില്ലേ? അതിനെക്കുറിച്ചൊരു അവബോധം ഒന്ന് പകർന്നു കൊടുക്കാമോ? ബേസിക്കലി അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്താ, ആരാ? നമ്മൾ വിമാനം ഓടിക്കുന്ന ആളിനെ പൈലറ്റ് എന്നും കപ്പൽ ഓടിക്കുന്ന ആളിനെ ക്യാപ്റ്റൻ എന്നെല്ലാം വിളിക്കും. പക്ഷേങ്കിൽ വണ്ടി ഓടിക്കുന്നപ്പോൾ അല്ലെങ്കിൽ നിസ്സാരം പറഞ്ഞാൽ നിൻ്റെ ഫാദറിന് എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഡ്രൈവർ എന്ന് പറയാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ഡ്രൈവർ ആണെങ്കിൽ പോലും. ആരാണ് ഡ്രൈവർ? ഇന്ത്യൻ പ്രസിഡന്റ് വാഹനം ഓടിച്ചാൽ അദ്ദേഹം ഡ്രൈവറാണ്, അമേരിക്കൻ പ്രസിഡന്റ് ഓടിച്ചാൽ അദ്ദേഹം ഡ്രൈവറാണ്. വണ്ടി വാഹനം ഓടിക്കുന്ന ഒരാളിനെ നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ആ ഡ്രൈവർ എന്ന വാക്ക് തന്നെ അതിൻ്റെ വലിയ മഹത്വമുണ്ട്. DRIVER 3 ലെറ്റേഴ്സ് ചേരുമ്പോഴാണ് ഡ്രൈവർ ആകുന്നത്. ഓരോ ലെറ്ററായിട്ട് എടുക്കുക. D ഫോർ ഡിസിപ്ലിൻ, അച്ചടക്കമാണ്. അച്ചടക്കം ഒരാൾക്ക് നമുക്ക് നല്ലൊരു ഡ്രൈവറാകാൻ പറ്റുകയുള്ളൂ. R ഫോർ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വമുള്ള ഒരാളായിരിക്കണം നല്ലൊരു ഡ്രൈവർ. I ഇൻ്റലിജൻസ്. V വിഷൻ, നല്ല കാഴ്ചപ്പാട് വേണം. E എഫിഷ്യൻസി, കഴിവുണ്ടാവണം. ആൻഡ് ലാസ്റ്റ് R റൈറ്റ്സ് അഥവാ ധർമ്മബോധം നമുക്ക് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഡ്രൈവർ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ വാക്കിന് തന്നെ നല്ല മഹത്വമുള്ളത്. നമ്മൾ അതിലേക്ക് വരുന്നില്ല. നമ്മുടെ കുഴപ്പം എന്താ? നമ്മളതിനകത്ത് D ഇല്ലാത്ത ആൾക്കാരാണ്, ഡിസിപ്ലിൻ ഇല്ല. അപ്പോൾ എന്തായിരിക്കും അത്? ആ വാക്ക് തന്നെ നോക്കേ, റിവർ. റിവർ എന്ന് പറയാൻ എന്തുവാ? എതിലേ കൂടെ ഒഴുകി പോകും, അതിലേ കൂടെ എല്ലാം പോകും. ഇപ്പോൾ ഈ റോഡിൽ കാണുന്നത് എങ്ങനെയാണ്? എതിലേ കയറി പോകും, അതിലേ കൂടെ എല്ലാം പോകും. നമ്മുടെ റൈഡിങ്ങിലുള്ള കുഴപ്പം അവിടെയാണ്.
ഈ ഡിസിപ്ലിൻ നമ്മൾ പാലിക്കുന്നില്ല. കീപ്പ് ലെഫ്റ്റ് എന്നുള്ളത് നമ്മൾ കാണിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിയമമെല്ലാം നമുക്കറിയാം. പക്ഷേ അത് അങ്ങോട്ട് അനുസരിക്കാൻ ഒരു മടി. ഈ നിയമങ്ങൾ പാലിച്ചാലോ? ഇനിയുണ്ട്. അതിനകത്ത് 6 മാറ്റിക്ക്. DRIVER എന്ന് പറഞ്ഞാൽ 2 6 മാറ്റിക്ക്. ഡൈവ്. നിലയില്ലാത്തൊരു കയത്തിലേക്ക് നമ്മൾ മുങ്ങിച്ചാകാൻ പോകുന്നത്, എടുത്ത് ചാടുക. അടുത്ത സംഭവിക്കാമെന്ന് എന്തുവാ? വിഷൻ, നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാലോ? ഡൈ. മരിച്ചതിന് തുല്യമായി. അപ്പോൾ ഈ ഓരോ അക്ഷരങ്ങളും മാറ്റുകയും മറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസം അവിടെ വരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്കും അറേഞ്ച്ഡാക്കി കൊണ്ടുവരിക. ഇതിനകത്ത് റൈറ്റ്നസ്, ധർമ്മബോധം നമുക്കില്ലയെന്ന് വെച്ചു, എങ്കിലും ഒരു ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റും. മറ്റുള്ളവരാലെങ്കിലും നിയന്ത്രിക്കപ്പെടുന്നവനായിട്ട് നമുക്ക് മാറാൻ പറ്റും. ആ രീതിയിലെങ്കിലും ആയി വന്നാൽ നമുക്കൊരു നല്ല ജനതയെ നമുക്ക് വാർത്തെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളിൽ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. പക്ഷേങ്കിൽ ഈ ഡിസിപ്ലിൻ നമ്മൾ എവിടെ മാറ്റി വെക്കുന്നോ അവിടെ നമ്മുടെ പരാജയം തുടങ്ങുക. നമ്മൾ റിവറായിട്ട് പോവുക. സാറേ, ഈ മദ്യം ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം അങ്ങനെ ഒരുപാട് അറസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ദോഷം തന്നെ ഈ മദ്യം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്താലുള്ള കുഴപ്പം എന്നാ? പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുന്നിൽ കാണുന്നൊരു വസ്തുവിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ കാണുന്നു, നമ്മുടെ കണ്ണുകളിലൂടെ തലച്ചോറിലെത്തുന്നു. അത് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ അല്ലെ കൈകളിലൂടെ നമ്മൾ പ്രവർത്തിക്കുന്നു. ഈ തലച്ചോറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒരു വൈറ്റ് പേപ്പർ നമ്മൾ എടുത്തിട്ട്, ഇന്നത്തെ ഒരു പത്രം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെ ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു പോർഷൻ എടുത്ത് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് എഴുതാൻ പോവാം. നമ്മൾ റൂമിൽ കയറി ഒരു പെൻസിൽ എടുത്ത് അല്ലെ പേന എടുത്ത് വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ ഇതങ്ങ് എഴുതുക. ഈ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം. മൊബൈൽ ഫോണിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം. മദ്യത്തിൻ്റെ കാര്യം മൊബൈൽ ഫോൺ ഞാൻ കൂട്ടി ചേർത്ത് വെച്ചതാണ്. സംസാരിച്ചുകൊണ്ട് ഈ വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ എഴുതുക. കാണുന്ന എന്താണെന്ന് വെച്ചാൽ അതങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ തന്നെ എടുത്ത് അത് വായിക്കുക. അടച്ചിട്ടൊരു മുറിയിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം വെച്ചാൽ വീട്ടുകാർ പിടിച്ച് നേരെ ഊളംപാറയ്ക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ തന്നെ ഇരുന്ന് ശരിക്കും ഈ പേപ്പർ നോക്കിക്കൊണ്ട്, കാരണം നിങ്ങൾ കണ്ടത് പേപ്പറിനകത്തുനിന്ന്, മൊബൈലിലൂടെ സംസാരിച്ചപ്പോൾ കേട്ടത്, നിങ്ങൾ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തലച്ചോറിലേക്ക് വേവ്സ് ആയിട്ടാണ് ഇത് എത്തിച്ചേരുന്നത്. ഈ വേവ്സ് തലച്ചോറിലേക്ക് വരുമ്പോൾ ആദ്യമേ ഏത് വരുന്നു അതായിരിക്കും മുന്നിലുണ്ടാവുക. ബ്ലൂടൂത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇയർഫോൺ വെച്ച് നമ്മൾ പാട്ട് കേട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധ വരുമ്പോൾ നമ്മൾ മുന്നിലത്തെ കാണുന്നില്ല. അപ്പോൾ ഈ ആക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബ്രേക്ക് ചവിട്ടാനല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കാനുള്ള സ്വല്പ ഡിലേ വരും. ഈ ഡിലേ ആണ് നമ്മളെ ആക്സിഡൻറ്റിലേക്ക് നയിക്കുന്നത്. 2, മദ്യപിച്ച് കഴിഞ്ഞാൽ എക്സൈറ്റഡാണ് തലച്ചോറ്. അപ്പോൾ അവിടേക്ക് ഇത് കിട്ടാൻ സ്വല്പ താമസം എടുക്കും, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. പിന്നെ നമ്മുടെ ആക്ഷൻ, കാലെടുത്ത് നമ്മൾ പെട്ടെന്ന് ചവിട്ടുന്നതും ഇതിന് സ്വല്പ സമയം എടുക്കും. കാരണം വെച്ചാൽ ഈ വെയിൻസിൻ്റെ ഇടയ്ക്കും നമ്മൾ ഇത് കാലൊന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരണ്ടേ. എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് ആ സിഗ്നൽ കിട്ടിയത് വരാനായിട്ടുള്ള സ്വല്പ ഡിലേ. ഈ ഡിലേ കൊണ്ട് നമുക്കവിടെ സംഭവിച്ചു കഴിയും അതിനോടകം. പക്ഷെ നമുക്ക് നല്ല ബോധമായിരിക്കും, നല്ല കൺട്രോൾ ആയിരിക്കും, ഇതെല്ലാം കറക്റ്റാണ്. ആക്ഷൻ, ആ ടൈംലി ആക്ഷൻ നമുക്ക് സ്വല്പ ഡിലേ വരുന്നു. ആ ഡിലേ ആണ് നമ്മളെ ഇതിലേക്ക് ആക്സിഡന്റിലേക്ക്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് സാറ് പറഞ്ഞു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും പറഞ്ഞു. ഈ പാട്ട് കേട്ടോണ്ട് വണ്ടി ഓടിച്ചാലും ഇതേ അപകടം തന്നെ ഉണ്ടാവുമോ? ഇതിനകത്ത് 2 കൺസെപ്റ്റാണ്. പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അതിന് ആ ഒരു ഏത് രാഗമാണോ ആ രാഗത്തിലുണ്ടാകാൻ പോകുന്നത്, നമുക്ക് വരാൻ പോകുന്നതിനെ പറ്റി നമുക്കൊരു മനസ്സിനെ നമ്മൾ ഫ്രഷാക്കി അവിടെ നിർത്തുക ചെയ്യുന്നത്, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റേത് അങ്ങനെയല്ല. പറയുന്ന വാക്കുകൾ, കേൾക്കുന്ന വാക്കുകൾ തിരിച്ച് നമ്മൾ അതിന് മറുപടി പറയണം. നമ്മുടെ മനസ്സ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക. 2 തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അപ്പോൾ ഈ പാട്ട് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ അനുവാദം ഉണ്ടോ? പാട്ട് കേട്ടുകൊണ്ട് വാഹനത്തിൽ സ്റ്റീരിയോ സിസ്റ്റമൊക്കെ നിലവിലുണ്ടല്ലോ. പ്രൈവറ്റ് വാഹനങ്ങളിൽ സിസ്റ്റം ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഹാംഫുൾ അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് സംസാരിച്ചുകൊണ്ട് അച്ഛനിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വാഹനത്തിൽ ഒഴുകുന്ന ഡ്രൈവറോട് സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. അതെ. പക്ഷെ നമ്മളെല്ലാവരും അങ്ങോട്ട് പരസ്പരം സംസാരിച്ചൊക്കെയാണ് പോവുക. വാഹനം ഓടിക്കും പ്രത്യേക ഒരു കാര്യമുണ്ട്. ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ളിലും നമ്മുടെ ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. 2 സൈഡിലും ഫ്രണ്ടിലും
ബാക്കിലുമായിട്ടൊക്കെയുള്ള ബ്ലാക്ക് സ്പോട്ടുകൾ. നമ്മുടെ ഒരിക്കലും ശ്രദ്ധ മുന്നിലേക്ക് മാത്രമല്ല, ഈ സൈഡിലൂടെ വരുന്നതും ഈ മിററിലൂടെ എല്ലാം നോക്കി ബ്ലാക്ക് സ്പോട്ടുകളിലൂടെ കേന്ദ്രീകരിച്ച് വേണം നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുവാൻ. അങ്ങനെ സൈഡിൽ കൂടെ എന്ത് സംഭവിക്കുന്നു, സൈഡിലൂടെ ഒരാൾ കയറി വന്നാൽ നമ്മൾ അറിയണം. വലതുവശത്ത് ഓവർടേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വലത്തോട്ട് തിരിക്കുന്നതിന് മുമ്പായിട്ട് ഇയാൾ വരുന്നുണ്ടെന്ന് അറിയണം. കഴിഞ്ഞ ദിവസം എരുമേലിൽ ഒരു ആക്സിഡൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാമായിട്ട്. ഒരു ബസ് റൈറ്റിലേക്ക് തിരിയുന്ന നേരെ ബൈക്ക് വന്ന് അതിൻ്റെ അടിയിലേക്ക് കയറി വീഴുന്നു. നമുക്ക് തന്നെ അറിയാം, പുല്ലാടൊരു ആക്സിഡൻറ്റ് നടന്ന അറിയാമല്ലോ. ഒരു വർഷം മുമ്പ് ഒരു പയ്യന് തിരുവല്ലയിൽ നിന്ന് വന്നു, നേരെ വെണ്ണിക്കുള സൈഡിൽ നിന്ന് കാറ് ഇടിച്ചിട്ട് മറിഞ്ഞു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പറയാൻ പറ്റും, ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നുണ്ട്, പക്ഷേ ചിൻ സ്ട്രാപ്പ് ഇടുന്നില്ല. ഈ ചിൻ സ്ട്രാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ പയ്യൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇടിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് അങ്ങ് തെറിച്ചു പോയി, നേരെ തല പോയി ഇടിച്ചു. അപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ നിസ്സാര സംഗതിയാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള അർത്ഥവ്യാപ്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞു. മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ ഉണ്ടാകുന്ന തകരാറുകൾ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ ഉണ്ടാകുന്ന തകരാറുകൾ, നമ്മുടെ ഒരു അല്പം അശ്രദ്ധ കൊണ്ട് ഉണ്ടാകാവുന്ന തകരാറുകൾ. അപ്പോൾ നമ്മൾ എത്ര ഉത്തരവാദിത്വമുള്ളവരായിട്ട് എത്ര കെയർഫുള്ളായിട്ടാണ് നമ്മൾ ബൈക്കായാലും മറ്റേത് വാഹനമായാലും ഓടിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയൊരു ഉൾക്കാഴ്ചയാണ് സാറ് പറഞ്ഞത്. ഇന്ന് നടന്ന ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിന് വിധേയമായി അവർക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബൈക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു എന്നാണ് നമ്മൾ കേട്ട ഒരു കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലായാലും ഇത് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. ഇത് കിട്ടിക്കഴിയുമ്പോൾ, ഈ ബൈക്കൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് പാകതയോടുകൂടി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ അവബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. അതുകൊണ്ട് പല അപകടങ്ങളും അവർ സ്വയമേവ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ നമ്മൾ കേട്ടത്. തുടർന്ന് ഈ അപകടങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യുവാനായിട്ട് സാധിക്കും, ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ അതിന് നമ്മൾ അവലംബിക്കണം, ഇത് അടുത്ത എപ്പിസോഡിൽ തുടർന്നും ചർച്ചയിൽ നമുക്ക് കേൾക്കാം. പേരൻസിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ പോലെ ഒരു 5, 8, 10 പിള്ളേരുമല്ല, ആ പാടെ ഉള്ള ഒരു ഒറ്റ മകൻ. അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുത്തേച്ച് ആ മുഖത്തെ ഒരു പുഞ്ചിരി കാണുക എന്നുള്ളൊരു ആഗ്രഹത്തോടാണ് ഈ പേരൻസ് ചെയ്യുന്നത്. നമുക്ക് അനുവദിച്ചിട്ടുള്ളൊരു സ്പീഡുണ്ട്. ഇപ്പോൾ റൈഡ് പോവുകയാണെങ്കിലും ആ ഒരു സ്പീഡ് മാത്രമേ പറ്റുള്ളൂ. ബാക്കി സമൂഹത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ റേസിംഗ് ആണെന്നാണ്. ഈ അഡ്മിൻ ഒരാൾ ലോസ് പാലിക്കുന്നത് കണ്ടു കഴിയുമ്പം അത് നമ്മൾ വെർബലായിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും അത് 2-3 പ്രാവശ്യം ഫോളോ ചെയ്യുമ്പോൾ ആൾ അത് ആ ഒരു പാറ്റേൺ പഠിക്കും. എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചാണ് വരുന്നത്. അപ്പോൾ അതൊരു ഒരു വലിയ അവയർനെസ്. ഈ ഫ്രണ്ട്സ് ആണ് 80% വാഹനങ്ങളും കൊണ്ടുപോയി അപകടത്തിൽപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ചെറിയ പിള്ളേർ വന്നിട്ട് അവർ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുക, ഫുൾ കൈ കൊടുത്തു പോവുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈറ്റ് ടിപ്സ്, ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomwhitetips@gmail.com.